ഫുട്ബോളിൽ യെല്ലോ കാർഡിന്റെ എണ്ണം കൂടിയാൽ താരങ്ങൾക്ക് വരും മത്സരങ്ങളിൽ സസ്പെൻഷൻ ആകും ലഭിക്കുക. ഓരോ ലീഗിലും ഈ നിയമങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടാകും. ISLന്റെ നിയമങ്ങൾ അനുസരിച്ച് 4 യെല്ലോ കാർഡുകൾ ലഭിച്ചാൽ അടുത്ത മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരും. തുടക്കം മുതൽ പരിക്കിന്റെയും വിലക്കിന്റെയും പേരിൽ തിരിച്ചടികൾ നേരിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതാ ISLന്റെ 10ാം പതിപ്പ് തുടങ്ങിയത് മുതൽ മിന്നും ഫോമിൽ തുടരുന്ന മഞ്ഞപ്പടയുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും അടുത്തൊരു മത്സരത്തിൽ സസ്പെൻഷനായി കാത്തിരിക്കുകയാണ്. നിലവിൽ 3 യെല്ലോ കാർഡുകൾ താരത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇനിയൊരു മത്സരത്തിൽ കൂടി യെല്ലോ കാർഡ് ലഭിച്ചാൽ അതിന്റെ അടുത്ത മത്സരം ലൂണയ്ക്ക് നഷ്ടപ്പെടും. ആദ്യമൊന്ന് ആരാധകർ ആശങ്കപ്പെട്ടെങ്കിലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരമായ ഈസ്റ്റ് ബംഗാളിനെതിരെ എങ്ങനെയെങ്കിലും ലൂണയ്ക്ക് യെല്ലോ കാർഡ് കിട്ടിയാൽ മതിയെന്നാണ്. കാരണം ഈസ്റ്റ് ബംഗാളിനെതിരെ യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഹൈദരാബാദ് FC-യുമായിട്ടുള്ള മത്സരത്തിലായിരിക്കും ലൂണയ്ക്ക് പുറത്തിരിക്കേണ്ടി വരിക. നിലവിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഹൈദരാബാദ് FC കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ ഭേദപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. അതിനാൽ തന്നെ ലൂണയുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഹൈദരാബാദ് FC-ക്കെതിരെ വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ യെല്ലോ കാർഡ് കിട്ടാൻ ഇനിയും വൈകിയാൽ പിന്നീട് വമ്പൻ ടീമുകളുമായി വരുന്ന മത്സരത്തിൽ നിന്ന് ലൂണയ്ക്ക് വിട്ടുനിൽക്കേണ്ടി വരും. പ്രധാനമായും ലീഗിൽ മുൻനിരയിൽ നിൽക്കുന്ന FC ഗോവ, 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈയൻ FC എന്നിവർക്കെതിരെയുള്ള തൊട്ടടുത്ത മത്സരങ്ങളിൽ നിന്ന്. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ആണ്. അതിനാൽ തന്നെ വരുന്ന ഈസ്റ്റ് ബംഗാളുമായുള്ള മത്സരത്തിൽ എങ്ങനെയും ലൂണയ്ക്ക് യെല്ലോ കാർഡ് കിട്ടണമെന്നാണ് മഞ്ഞപ്പടയുടെ ആരാധകർ ആഗ്രഹിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനും അതുതന്നെയാണ് കൂടുതൽ ഗുണം ചെയ്യുക. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.